പ്രിയപ്പെട്ട മക്കളെ, മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടെ വെച്ചാണ് ഞങ്ങളുടേതല്ലാതായി മാറിയത്? ആരാണ് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആരാണ് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല. അതാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭയപ്പാട്. ഇൻഷാ അല്ലാഹ് മാതാപിതാക്കളെ കുറിച്ച്, അവരോട് നിങ്ങൾക്കുണ്ടാകുന്ന കടപ്പാടുകളെ കുറിച്ച് ഇവിടെ ഒരു വിഷയം വരുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, എവിടെയാണ് നിങ്ങളുടെ വഴി? നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച മാതാപിതാക്കളോടും, നിങ്ങളെ സ്നേഹിച്ച ഗുരുനാഥന്മാരോടും, നിങ്ങളെ സ്നേഹിച്ച ഈ രാജ്യത്തിലെ നല്ല മനുഷ്യരോടും എവിടെ വെച്ചാണ് നിങ്ങൾ ശത്രുക്കളായി മാറിയത്? ആരാണ് നിങ്ങളെ ശത്രുക്കളാക്കി മാറ്റിയത്? ഞാൻ ഇങ്ങനെ ഒരു സദസ്സിൽ ചോദിച്ചേ, അല്ല മക്കളെ, ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറേണ്ടത് ആരോടാണ്? എനിക്ക് മറുപടി ഉണ്ടായി ആ സദസ്സിൽ നിന്ന് ഒരാൾ. എന്താ പറഞ്ഞറിയോ? ഉമ്മാനോട്. സംശയമല്ലല്ലോ, നമ്മുടെ ഉമ്മാനോടാണ് നമുക്ക് ഏറ്റവും ഏറെ സ്നേഹം ഉണ്ടാവേണ്ടത്, സ്നേഹത്തോടു കൂടി പെരുമാറേണ്ടത്. എന്നിട്ട് വീണ്ടും ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, അല്ല മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും മധുരമായി, ഏറ്റവും സുന്ദരമായി സംസാരിക്കുന്നത് ആരോടാണ്? ആ ക്ലാസ്സിൽ നിന്ന് തല താഴ്ത്തി പിടിച്ചിട്ട് ആരാണെന്നറിയില്ല എനിക്കൊരു മറുപടി കിട്ടി, കാമുകിയോട്. ഏറ്റവും നന്നായി ചക്രവർത്തമാനം പറയേണ്ടത് ഉമ്മയോടാണ്, പക്ഷെ ഞങ്ങൾ പറയുന്നത് കാമുകിയോട്. ഞാൻ വീണ്ടും ആ സദസ്സിനോട് ചോദിച്ചു, എങ്കിൽ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും റഫായി, ഏറ്റവും ദേഷ്യം പിടിച്ചുകൊണ്ട് പരുക്കനായി നിങ്ങൾ സംസാരിച്ചത് ആരോടാണ്? എനിക്ക് ആ സദസ്സിൽ നിന്ന് ഉത്തരം കിട്ടി, ഉമ്മയോട്. ഞങ്ങളുടെ ഉമ്മയോടാണ് ഞങ്ങൾ നെറ്റി ചുളിച്ച് മുഖം കറുപ്പിച്ച് ഏറ്റവും രൂക്ഷമായി സംസാരിക്കാൻ ഉമ്മയോടാണ്. സത്യം, ഞാനൊരു മകന്റെ കഥ കൂടി പറയട്ടെ. ഒരു ഉമ്മ ഇന്നും കണ്ണീരോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഉമ്മയുടെ കഥ പറയാം. രാത്രി ആ മകൻ വൈകുന്നേരമായപ്പോ മകൻ ബൈക്കിന്റെ ചാവി എടുത്ത് ഡ്രസ്സ് മാറിയിട്ട് പുറത്തു പോകാൻ നിൽക്കുമ്പോ ഉമ്മ ചോദിക്കുക, മോനെ എങ്ങട്ടാ? മോൻ പറഞ്ഞു, ഉമ്മ എന്റെ സുഹൃത്തിന്റെ കല്യാണം ഉണ്ട്, എനിക്ക് പോകണം, എന്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്, ഞാനാ അതിന്റെ കോർഡിനേറ്റർ, അതുകൊണ്ട് എനിക്ക് പോകണം. ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മ ഒറ്റക്കാവൂലടാ, ഉമ്മക്ക് പേടിയാവൂലേ, ഞാൻ മോനെ രാവിലെ നേരത്തെ ഉണർത്താ, മോൻ നേരത്തെ പോയിക്കോ. പറ്റൂല ഉമ്മ, എല്ലാവരും വന്നിട്ടുണ്ട്, കുറെ കാര്യം ചെയ്യാണ്ട്, എനിക്ക് പോയേ പറ്റൂ. ഉമ്മയുടെ വാക്കാ മകൻ ചെവിക്കൊണ്ടതേയില്ല. ഉമ്മ കുറെ കാരണം പറഞ്ഞു, മോനെ രാവിലെ പോകാം. പക്ഷേ ചാവി എടുത്ത് വാതിൽ തുറന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി ആ മകൻ പോകുമ്പോ ബൈക്കിന്റെ ബാക്കിലെ ആ ചുവപ്പ് വെളിച്ചം തന്റെ കണ്ണിൽ നിന്ന് മായുന്നത് വരെ വാതിൽപ്പടിയിൽ ആ ഉമ്മ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. പിന്നെ പതുക്കെ, അല്ലാഹുവേ ഒന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ വാതിലടച്ച് ആ ഉമ്മ അകത്തു വന്ന് കടന്നു. പിറ്റേ ദിവസം ഉച്ചയായിട്ടും മകന്റെ വിവരമൊന്നും വരാത്തത് കൊണ്ടേ ഉമ്മക്ക് പേടിയായി. ഉമ്മ മകന്റെ ഫോണിൽ വിളിച്ചു, ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ ആരും എടുക്കുന്നില്ല. ഉമ്മാന്റെ ബേജാറ് കൂടി. ഉമ്മ മകന്റെ ഒരു സുഹൃത്തിന് വിളിച്ചു, നോക്ക് മോൻ നല്ല കല്യാണത്തിന് പോയതാണല്ലോ, വന്നില്ലല്ലോ. ആ സുഹൃത്ത് പറഞ്ഞു, ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല, പക്ഷെ ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം എവിടെയെന്ന്. ആ സുഹൃത്ത് കുറച്ച് കഴിഞ്ഞ് ഉമ്മാക്ക് തിരിച്ചു വിളിച്ചു, ഉമ്മ അവൻ ഇന്നലെ കല്യാണ വീട്ടിൽ എത്തിയിട്ടില്ലല്ലോ, എല്ലാവരും അവനെ കാത്തിരുന്നു, രാത്രി അവൻ വരാതായപ്പോ ഇനി വരൂല എന്ന് വിചാരിച്ച് അവരൊക്കെ പോയി, അവൻ കല്യാണത്തിന് എത്തിയിട്ടില്ല. അല്ലാഹുവേ, എന്റെ മകൻ കല്യാണത്തിൽ നിന്ന് പറഞ്ഞ് 8-9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ എത്തിയില്ലേ. ആകെ ബേജാറായി, കരച്ചിലായി, തെരച്ചിലായി. അവസാനം കല്യാണത്തിലേക്ക് പോകുന്ന വഴിയിൽ റോഡിൽ നിന്ന് ഇത്തിരി മാറി താഴ്ചയിലേക്ക് കുറ്റിച്ചെടിയിൽ തടഞ്ഞ് ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. ആ ബൈക്കിന്റെ കുറച്ചപ്പുറത്ത് ഒരു തിരക്കുമില്ലാതെ ഈ ഉമ്മയുടെ മകൻ കിടക്കുന്നു. കണ്ണിൽ നിന്നും, മൂക്കിൽ നിന്നും, ചെവിയിൽ നിന്നും, വായിൽ നിന്നും കട്ട പിടിച്ച് പുറത്തേക്ക് ഒഴുകിയ കറുത്ത ചോരയിലൂടെ ഈച്ചകളും ഉറുമ്പുകളും അരിച്ചുകൊണ്ടിരിക്കുന്നു. ആ മകൻ പോയി. ആ ഉമ്മയുടെ വാക്കിന് ഒരു ചെറിയ വിലയെങ്കിലും ആ മകന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇന്നാം അവൻ ജീവിച്ചിരിക്കുമായിരുന്നു. അവനെ സ്വപ്നം കാണുന്ന അവന്റെ ഉമ്മ ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ആ ഉമ്മയുടെ സ്വപ്നങ്ങളെ എന്നേക്കുമായി കരിച്ചു കളഞ്ഞുകൊണ്ട് ആ മകൻ പോയി. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ചതിക്കുഴികളുണ്ട് എന്ന് നിങ്ങളോട് ചൂണ്ടിക്കാട്ടി പറയുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ വെറുക്കരുത്, നിങ്ങളുടെ അധ്യാപകരെ വെറുക്കരുത്, നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല ആളുകളെ വെറുക്കരുത്. കാരണം അവർ നിങ്ങളുടെ ഗുണകാംക്ഷയാണ്. മൊബൈൽ ഫോണ്, ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല. അഥവാ ഒരു മൊബൈൽ ഫോൺ പിടിച്ചാൽ, എത്ര വിലപിടിച്ച ഫോണാണെങ്കിലും ആ ഫോൺ തിരിച്ചു കൊടുക്കൂല. ആ ഫോൺ വിറ്റിട്ട് അതിന്റെ പൈസ സ്ഥാപനത്തിലേക്ക് മുതൽ കൂട്ടാക്കും, ആ കുട്ടിക്ക് റെസിപ്റ്റ് കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ സമ്പ്രദായം. പക്ഷേ ഒരു വർഷത്തിൽ പല പ്രാവശ്യം ഞങ്ങൾ കുട്ടികളിൽ നിന്ന് വില കൂടിയ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കും. അവിടെ മൊബൈൽ ഫോൺ പിടിച്ചാൽ കൊടുക്കൂല എന്ന് അവർക്കറിയാം, അവരുടെ രക്ഷിതാക്കൾക്കറിയാം. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ കിട്ടുന്നത്? ചില കുട്ടികൾ വീട്ടിൽ നിന്ന് വാശി പിടിക്കും, ഉമ്മ മൊബൈൽ ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. അവസാനം മകന്റെ ഭാവിക്ക് വേണ്ടി ഉമ്മ ഒരു മൊബൈൽ കൊടുക്കുക, ബാപ്പ പോലും അറിയാതെ ആ മൊബൈൽ ഞങ്ങൾ പിടിച്ചെടുക്കുക. ഈ കുട്ടിക്കറിയാം മൊബൈൽ ഈ സ്ഥാപനത്തിൽ പിടിക്കും, പക്ഷേ ആ മൊബൈൽ ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകൾ നിരോധിച്ചതെന്തിനാ? നമ്മുടെ ക്യാമ്പസുകളിൽ മൊബൈൽ ഫോണുകൾ വേണ്ട എന്ന് പറഞ്ഞതെന്തിനാ? മൊബൈൽ ഫോണ് നിങ്ങളുടെ തലമുറയിലുള്ള കുട്ടികളെ മാരകമായ രൂപത്തിൽ നശിപ്പിക്കുന്നുണ്ട് എന്ന് എല്ലാ തരത്തിലുള്ള പഠനങ്ങളും തെളിയിക്കുകയാണ്.
വൈദ്യശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, വിദ്യാഭ്യാസ ശാസ്ത്രം, എല്ലാ രംഗത്തും ആ രംഗത്തുള്ളവർ തീർത്തു പറയുന്നുണ്ട്, ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ. നശിപ്പിച്ചുകൊണ്ടിരിക്കുക, ആർക്കും വേണ്ടാത്തവരാക്കി മാറ്റുക. കഴുത്തൊടിഞ്ഞ് തലകുനിഞ്ഞ് മൊബൈൽ ഫോണിലേക്ക് കണ്ണും താഴ്ത്തി അച്ഛനെ കാണുന്നില്ല, ബാപ്പയെ കാണുന്നില്ല, ഉമ്മയെ കാണുന്നില്ല, പെങ്ങന്മാരെ കാണുന്നില്ല, നല്ല ഒരു ജോലിക്കില്ല, നല്ല ഒരു സംവിധാനത്തിനില്ല, നല്ല ഒരു ചർച്ചയ്ക്കില്ല, ഒന്നിനും പറ്റാത്തവരായി ഒരു ചവറ് പോലത്തെ തലമുറയെ മാറ്റിയെടുക്കുന്നതിൽ മൊബൈൽ ഫോണുകൾ ഒരുക്കുന്ന ചതിക്കുഴികൾ ചെറുതല്ല. രണ്ടാമത്തേത് മയക്കുമരുന്നുകളാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല മയക്കുമരുന്നിന്റെ അടിമയാവാൻ. എനിക്ക് മയക്കുമരുന്നിന്റെ അടിമയായി ഏതെങ്കിലും അഴുക്ക് ചാലുകൾക്ക് കീഴെ കഴുത്തൊടിഞ്ഞ് ചുരുണ്ട് കിടന്ന് ആർക്കും വേണ്ടാത്തവനായി അവിടെ കിടന്ന് മരിക്കണമെന്ന് നിങ്ങളിൽ ഒരു കുട്ടി പോലും വിചാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പോലും അറിയാതെ, നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളുടെ ശരീരത്തിലേക്ക് മയക്കുമരുന്നിന്റെ ചെറിയ കണികകൾ പതുക്കെ പതുക്കെ കൊണ്ടുവച്ച് പിന്നീട് തിരിച്ചു പോരാൻ കഴിയാത്ത വിധം മയക്കുമരുന്നിന്റെ അടിമകളാക്കി നിങ്ങളെ മാറ്റാൻ ഈ രാജ്യത്തെ മയക്കുമരുന്നും മാഫിയക്ക് കഴിവുണ്ട്. നമ്മുടെ നാട്ടിൽ 25 കിലോ 30 കിലോ കഞ്ചാവുമായിട്ടൊക്കെ പ്രതികളെ പിടികൂടുമ്പോ ആ പ്രതികളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിട്ട് പോലീസുകാർ വിചാരണ ചെയ്യുമ്പോൾ ഈ മയക്കുമരുന്ന്, കഞ്ചാവ്, ഹശീഷ് എവിടെയാണ് നിങ്ങൾ വിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കച്ചവടക്കാർ പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ നെഞ്ചത്തേക്ക് തറച്ച വെടിയുണ്ടകളാണ്. ആ കച്ചവടക്കാർ പറഞ്ഞത്, ഞങ്ങൾ ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് കടപ്പുറത്തെ മുക്കുവന്മാർക്കിടയിലാണ് എന്നല്ല, ഞങ്ങൾ ഈ മയക്കുമരുന്ന് വിൽക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലെ അന്യ തൊഴിലാളികൾക്കാണ് എന്നല്ല, ഞങ്ങൾ ഈ മയക്കുമരുന്നുകൾ വിൽക്കുന്നത് പാറമടകളിൽ പണിയെടുക്കുന്ന അവർക്കാണ് എന്നല്ല. ആ പിടിക്കപ്പെട്ട പ്രതികൾ മലപ്പുറത്തായാലും തൃശ്ശൂരായാലും കണ്ണൂരായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ആ പ്രതികൾ പറഞ്ഞത്, ഞങ്ങൾ ഈ സാധനം ഏറ്റവുമേറെ വിൽക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. വിദ്യാലയങ്ങളിൽ UP ക്ലാസുകളിൽ, അപ്പർ പ്രൈമറി ക്ലാസുകൾ മുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആ കുട്ടികളെ മുഴുവനും പതുക്കെ പതുക്കെ മയക്കുമരുന്നിന്റെ ചെറിയ ചിലപ്പോൾ നിങ്ങൾ കുടിക്കുന്ന പെട്ടിക്കടയിലെ ഒരു ലൈമിലൂടെ ആവാം അത് നിങ്ങളുടെ ദേഹത്തേക്ക് നിങ്ങൾ അറിയാതെ എത്തുന്നത്. ഒരു ഐസ്ക്രീമിലൂടെ ആവാം, ഒരു ചെറിയ സ്വീറ്റ്സിലൂടെ ആവാം, ഒരു മിഠായിലൂടെ ആവാം, ഒരു സുഹൃത്തിന്റെ ഒരു പുകയിലൂടെ ആവാം, അടുത്ത ഒരു സുഹൃത്തിന്റെ ഒരു നുള്ള് ചുണ്ടിനടയിലേക്ക് വെക്കുന്ന മരുന്നിലൂടെ ആവാം. ഏതിലൂടെയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആദ്യത്തെ കണിക വരുന്നത് എന്നറിയാതെ പിന്നീട് അത് അന്വേഷിച്ച് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പണ്ട് കാലത്തൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കൽ ഒന്നിനും പറ്റാത്ത ചവറുകളായ മനുഷ്യന്മാരാ. ഇന്ന് അങ്ങനെയല്ല. വിദ്യാർത്ഥി ലോകത്ത് ഏറ്റവും നല്ല ബുദ്ധിയുള്ള കുട്ടികൾ വരെ മയക്കുമരുന്നിനെ ആശ്രയിക്കുന്ന സങ്കടകരമായ അവസ്ഥ. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു വിദ്യാലയം, ആ വിദ്യാലയത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ രാജ്യത്തിന്റെ ഭാവി പൗരന്മാരെ വാർത്തെടുക്കാനുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിലേക്ക് പ്രവേശനം കിട്ടാൻ ദേശീയാടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതി വരണം. ആ വിദ്യാലയത്തിലെ ഒരു ക്ലാസ് റൂം അടിച്ചുവാരിയിട്ട് അതിന്റെ വേസ്റ്റ് ക്ലാസ് റൂമിന്റെ മൂലയിലേക്ക് അവിടുത്തെ സ്വീപ്പർ പതുക്കെ അടിച്ചുവാരി കൂട്ടി വെക്കുകയാണ്. ആ ക്ലാസ് റൂം അടിച്ചുവാരിയിട്ട്, സമയമൊന്നും പറയണ്ട, ആ ക്ലാസ് റൂം അടിച്ചുവാരിയിട്ട് വേസ്റ്റ് ഇങ്ങനെ ക്ലാസ് റൂമിന്റെ മൂലയിലേക്ക് വെക്കുകയാണ്. അപ്പോ ക്ലാസ് കഴിഞ്ഞ ഒരു അധ്യാപകൻ അതിന്റെ കോറിഡോറിലൂടെ നടന്നു പോയപ്പോ അയാള് ആ അടിച്ചുവാരി മൂലയിൽ കൂട്ടിവെച്ച ആ വേസ്റ്റിലേക്കൊന്ന് നോക്കി. അയാൾ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ആകത്തുക എന്താ? നിങ്ങൾ സാധാരണ ഒരു ക്ലാസ് റൂം അടിച്ചപ്പോ നിങ്ങളൊക്കെ പഠിക്കുന്ന ഈ സ്കൂളിന്റെ ഒരു ക്ലാസ് റൂം അടിച്ചുവാരിയ എന്താ കിട്ടുക? കടലാസ് കഷ്ണങ്ങള്, ചോക്ക് പീസുകൾ, പൊട്ടിയ പെൻസിലിന്റെ കഷ്ണങ്ങൾ, പെൻസിൽ കൂർപ്പിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ തിന്നിട്ട് പുറത്തേക്ക് എറിഞ്ഞ മിഠായിയുടെ കടലാസുകൾ, പെൺകുട്ടികളാണെങ്കിൽ പൊട്ടിയ വളക്കഷ്ണങ്ങൾ, അല്ലെങ്കിൽ മുടിയിൽ കുത്തുന്ന പൂവിന്റെ കഷ്ണങ്ങൾ, ഇതൊക്കെയാണ് സാധാരണ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. എന്നാൽ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ക്ലാസ് റൂം അടിച്ചുവാരി മൂലയിൽ കൂട്ടിവെച്ചപ്പോ കിട്ടിയത് എന്താ? നിങ്ങൾ സിറിഞ്ചുകൾ, സിഗരറ്റ് കുറ്റികൾ, ലൈറ്ററുകൾ, ചോര പടർന്ന പഞ്ഞികൾ, മാരകമായ മയക്കുമരുന്നിന്റെ കുപ്പികൾ, മരുന്നുകളുടെ കടലാസുകൾ. ഇതാണ് ക്ലാസ് റൂമിന്റെ മൂലയിൽ കണ്ടത്. ആ അധ്യാപകൻ എഴുതി, എവിടേക്കാണ് നമ്മുടെ കൗമാരങ്ങളും യുവത്വങ്ങളും നടന്നു പോകുന്നത്? ഏറ്റവും ബുദ്ധിയുള്ള രാജ്യത്തിലെ പരമോന്നതമായ സ്ഥാനങ്ങൾ സ്വപ്നം കാണുന്ന നമ്മുടെ മക്കൾ പോലും മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് അവർക്ക് അകന്നു നിൽക്കാൻ കഴിയാത്ത ദുരന്തം.